കൂട്ടുകറി ഇല്ലാതെ എന്ത് സദ്യയല്ലേ. അപ്പോൾ നല്ലൊരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ. കഷ്ണങ്ങളാക്കിയ പച്ചക്കായും ചേനയും ചട്ടിയിലിട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് വേവിച്ച് വെച്ച കടലയാണേ. ചേനയും കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി കടല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി തേങ്ങയും ജീരകവും അല്പം വെള്ളം കൂട്ടി ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാകും. ഇനി അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി തിളച്ച് വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ആവശ്യത്തിന് തേങ്ങയും ഒന്ന് വറുത്തെടുക്കാം. ഇനി കറിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യക്കൊക്കെ പറ്റിയ കൂട്ടുകറി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഈ വിഷുവിന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.